അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 545-ാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് 3 ആളുകൾ വരികയും അവർ വ്യത്യസ്ത രീതിയിൽ പെരുമാറുകയും ചെയ്തപ്പോൾ അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതർ വിലയിരുത്തിയത് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. അൻ നബി വാഖിദുൽ ലൈസി റളിയല്ലാഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദി വന്നാസു മഅഹു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഭവം വിശദീകരിക്കുകയാണ്. മഹാനായ അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈനമാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദി, ഞങ്ങൾക്കിടയിൽ പള്ളിയിൽ ഇരിക്കുന്നതിന് മധ്യേ, വന്നാസു മഅഹു, പുണ്യനബിയോടൊപ്പം ജനങ്ങളുണ്ട്. ഇത് അഖ്ബല സലാസത്തു നഫരിൻ, അപ്പോൾ 3 ആളുകൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുന്നിട്ട് വരികയാണ്. ഫഅഖ്ബല സനാനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഹബ വാഹിദുൻ, അതിൽ 2 ആളുകൾ മുത്തുനബിയിലേക്ക് മുന്നിട്ട് വരികയും ഒരാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഖാല, മഹാനായ അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ 2 പേരും മുത്തുനബിയുടെ അരികിൽ ഇങ്ങനെ നിന്നു. ഫഅമ്മാ അഹദുഹുമ ഫറഅ ഫുർജതൻ ഫിൽ ഹൽഖതി, ആ നിൽക്കുന്ന 2 പേരിൽ നിന്ന് ഒരാൾ ആ മജ്ലിസിൽ ഒരു വിടവ്, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ ഇരുന്നു ആ മനുഷ്യൻ. വ അമ്മൽ ആഖറു ഫജലസ ഖൽഫഹും, അപ്പോൾ ആ 2-ൽ ഒരാൾ, ആ മനുഷ്യൻ അവർക്ക് പിന്നിലിരിക്കുകയാണ്. ഫ അമ്മ സാലിസുൻ ഫ അദ്ബറ ദാഹിബൻ, 3-ാമത്തെ ആളങ്ങനെ പിന്തിരിഞ്ഞ് അയാൾ പോയി. ഈ 3 ആളുകളെക്കുറിച്ച് പറയുന്നു. ഫലമ്മ ഫറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹ് ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ പുണ്യനബി പറഞ്ഞു, ആ 3 ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറയും, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അൻ നഫരി സലാസ, ഈ 3 ആളുകളെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ. അമ്മ അഹദുഹും, അവരിൽ നിന്ന് ഒരാൾ, അവരെന്ത് ചെയ്തു, ഫ ആവാ ഇലല്ലാഹ് ഫ ആവാഹുല്ലാഹ്, അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുന്ന സ്വഭാവക്കാരനായി മുന്നിലേക്ക് വന്നു, ആ നല്ല മജ്ലിസിൽ ഇരുന്നു. അപ്പോൾ അള്ളാഹു അവനിലേക്കും ചെന്ന് ചേരുന്നതാണ്. വ അമ്മൽ ആഖറു ഫസ്തഹയ, അപ്പോൾ അതിൽ ഒരാൾ എന്ത് ചെയ്തു, മറ്റേ ആളുണ്ടല്ലോ, അയാൾ ലജ്ജിച്ച് മാറി നിന്നു. അയാളെക്കുറിച്ച് പറയുന്നു, അള്ളാഹു അവനിൽ നിന്നും ലജ്ജിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 3-ാമത്തെ ആൾ പിന്തിരിഞ്ഞു പോയി, അള്ളാഹു അവന് തൊട്ടും പിന്തിരിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഒരു നന്മയുടെ വഴിയിലേക്ക് മുന്നിട്ട് വരുന്നതിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ പ്രോത്സാഹിപ്പിക്കുകയാണ്. നല്ല സദസ്സ്, വിജ്ഞാനത്തിൻ്റെ സദസ്സ്, അതുപോലെ തന്നെ ദിക്റിൻ്റെ സദസ്സ്, ഈ സദസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അതിൻ്റെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന സ്വഭാവമാകുമ്പോൾ അവനിലേക്ക് അള്ളാഹു മുന്നിടുന്നതാണ്. ലജ്ജിച്ച് പുറകോട്ട് മാറി ഇരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു അവന് തൊട്ടും ലജ്ജിക്കുന്നതാണ്. അങ്ങനെയുള്ള സദസ്സ് കണ്ടിട്ട് അതിൽ കയറിയിരിക്കുക പോലും ചെയ്യാതെ പിന്തിരിഞ്ഞു പോകുന്നവരിൽ നിന്ന് അള്ളാഹുവും പിന്തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് വലിയ പാഠമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നൽകുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇങ്ങനെ നന്മയാർന്ന സദസ്സുകൾ കാണുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? അതിൻ്റെ മുന്നിലിരിക്കുന്ന സ്വഭാവമോ, അതിൻ്റെ പുറകിൽ ലജ്ജിച്ചിരിക്കുന്ന സ്വഭാവമോ, അങ്ങനെ സദസ്സ് കണ്ടിട്ടും അതിൽ കയറിയിരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന സ്വഭാവമോ എന്ന് നമ്മൾ ആലോചിക്കുക. നന്മയിലേക്ക് മുന്നിട്ട് വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും അവിടുത്തെ അധ്യാപനങ്ങൾ പഠിച്ച് കൂടുതൽ വെളിച്ചമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകാൻ പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരണമേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആയിൽ പരസ്പരം ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.